സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ചരിത്രമുറങ്ങുന്ന തിരുവിതാംകൂറിൻ്റെ ദക്ഷിണദേശത്ത് വിശ്വമാനവികതയുടെയും സ്നേഹത്തിൻ്റെയും ക്രൈസ്തവ മൂല്യങ്ങൾ പകർന്നുകൊടുത്ത വൈദിക ശ്രേഷ്ഠന്മാർ വിരളമാണ്. സൗഖ്യമില്ലാത്തവന് സൗഖ്യം പകർന്നു കൊടുക്കുവാൻ, സൗഖ്യത്തിൻ്റെ വഴി കാട്ടിക്കൊടുക്കുവാനുള്ള ഒരു വലിയ പരിശ്രമമാണ് സഭ നടത്തുന്നത്. ചങ്ങനാശ്ശേരി രൂപതയുടെ മിഷണറി പ്രദേശമായിരുന്നു കന്യാകുമാരി ജില്ല. കന്യാകുമാരി മിഷൻ്റെ വളർച്ച, അത് അന്ന് പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മഞ്ചാരിക്കുളത്തിനും അച്ഛൻ്റെ കൂടെ പ്രവർത്തിച്ച വൈദികരുടെയും പ്രയത്നഫലമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. കലിംഗരാജപുരം കന്യാകുമാരി ജില്ലയിലെ 7 ദേശത്ത് അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ്. കേവലം 10 കുടുംബങ്ങളുമായി തുടങ്ങിയ വിശ്വാസയാത്രയിൽ പിന്നീട് ഒട്ടേറെ കുടുംബങ്ങൾ അച്ഛനോടൊപ്പം യേശുവിൽ ശരണം പ്രാപിച്ചു. ഉദ്ദേശം 45 വർഷത്തിന് മുമ്പ് ഇവിടെ വന്ന് ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങി പാവപ്പെട്ടവർക്ക് കുറഞ്ഞ വിലയ്ക്ക് അതിനെ കൊടുക്കുകയും അതിനുശേഷം നമ്മുടെ പള്ളി വയ്ക്കുന്നതിലേക്ക് വേണ്ടി ശ്രമം നടത്തി. ഓല ഷെഡ് ആദ്യം ആരംഭിച്ച് 10-50 പേരുടെ അകത്തുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വീട് കൂടെ ആൾക്കാർക്ക് ഇല്ലായിരുന്നു. ചിലർക്ക് വീട് കെട്ടിച്ചു കൊടുത്തു, കിണർ കുഴിച്ചു കൊടുത്തു. സൈഡ് എന്തൊക്കെ ഉണ്ടോ അവർക്ക് എന്തെല്ലാം സാഹചര്യം ചെയ്യണമോ ചെയ്തു കൊടുത്തു. ഓരോ വീട്ടുകാരായിട്ട് ഇവിടെ താമസം ഉറപ്പിച്ചു. പിന്നെ അവർക്ക് ഗോതമ്പ് സ്കീം ആ സമയത്ത് ഉണ്ടായിരുന്നു. അവർക്ക് എന്തൊക്കെ ചെയ്യണമോ സഹായങ്ങൾ ചെയ്തു കൊടുത്തു. പിന്നീട് അവർ ഓരോരുത്തരും ഓരോ ഷെഡുകൾ വെച്ച് അവിടെ ഇവിടെയായിട്ട് താമസം ഉറപ്പിച്ചു. ഇവിടെ താമസം ഉറപ്പിച്ചതിന് ശേഷം ഇപ്പോൾ 50-60 വീട്ടുകാർ ഇപ്പോൾ പള്ളിയുടെ കീഴിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് പകരം ഭക്ഷണം എന്ന രീതിയിൽ ഈ വിജന പ്രദേശത്തെ അച്ഛൻ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചു. 45 വർഷമാവും അച്ഛൻ ഇവിടെ വന്നിട്ട്. അപ്പോൾ ഞാനൊക്കെ കൊച്ചായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ വെറും വെള്ള മണ്ണായിരുന്നു. അപ്പോൾ ആൾക്കാരെയൊക്കെ വന്ന് നോക്കിയിട്ട് അച്ഛൻ പറഞ്ഞു ഇവിടെ നമുക്കൊരു പള്ളി പണി ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. എല്ലാവരും കുർബാനയ്ക്കൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെയൊക്കെ വിളിച്ച് കൂട്ടി സംസാരിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ വെറും പട്ടിണി കാലങ്ങളായിരുന്നു. ഇവിടെയൊക്കെ കഞ്ഞി വെച്ച് കുടിക്കാനൊക്കെ സാധ്യതയില്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ അച്ഛൻ തന്നെ വിളിച്ച് പറഞ്ഞ് അവർക്ക് ഈ
പാൽപ്പൊടി മറ്റേ മാവ് ഗോതമ്പ് എണ്ണയൊക്കെ കൊടുത്തിട്ട് ആൾക്കാരെയൊക്കെ വെച്ച് ഇവിടെ തെങ്ങെല്ലാം നട്ട് ഈ പ്രദേശത്ത് വന്ന് ഒരു പള്ളി ചെറുതായിട്ട് ഓല ഷെഡാക്കി മാറ്റി വെച്ച് ഒരു ഞായറാഴ്ച എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച രാവിലെ കുർബാന ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 10-25 ആൾക്കാരകത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ എല്ലാവരും ദൈവമായിട്ട് കണക്ക് കൂട്ടി. ഒരു ദൈവം തന്നെ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ പിറകെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. നല്ലതുപോലെ അച്ഛനും നാട്ടുകാരും കൂടെ ചേർന്നിട്ട് നിറയെ സുഖമില്ലാതെ കിടന്ന ആൾക്കാരെ വീട്ടിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ നിറയെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ പഠിപ്പറിവൊന്നും കൂടുതലായിട്ടില്ലായിരുന്നു. പിള്ളേരൊക്കെ നഴ്സറിയിലൊന്നും പോകാതെ അങ്ങനെ കിടന്നു. അപ്പോൾ അച്ഛൻ തന്നെ ഇവിടെ നമുക്കൊരു ടീച്ചറിനെ നിയമിച്ച് ഇവിടെ പങ്കിലുള്ള ഒരു ആളിനെ വെച്ച് തന്നെ ഒരു ചെറുതായിട്ട് നഴ്സറി പോലെ തുടങ്ങി പിള്ളേരെയൊക്കെ കുട്ടികളെയൊക്കെ കൊണ്ടുവച്ച് ഉച്ചയ്ക്ക് ഭക്ഷണവും കൊടുത്ത് രാവിലെ പാൽപ്പൊടി ചായ അതൊക്കെ കൊടുത്ത് അങ്ങനെ നല്ല ഈ ഗോതമ്പ് കഞ്ഞി ഇതൊക്കെ കൊടുത്ത് അങ്ങനെ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് 10-25 പിള്ളേർ ഉണ്ടായിരുന്നു ആ സമയത്ത് ആദ്യം. പിന്നെ പോകെ 50 പിള്ളേരോളം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ നിറയെ കാര്യങ്ങൾ നമ്മളെ നാട്ടിന് വേണ്ടി ചെയ്തു. പിന്നെ ഇവിടെ എല്ലാം വെറും വെള്ള മണ്ണ് തീരമായിരുന്നു. അതിനെ ചുവത്ത മണ്ണ് കൊണ്ട് ഇറക്കി ആൾക്കാരെ വെച്ച് ചുമന്ന് അവർക്ക് ഒരു 3 രൂപ ശമ്പളം ഉണ്ട്. അപ്പോൾ അതും കൊടുത്ത് ഈ പാമായിൽ ഗോതമ്പ് മാവ് പാൽപ്പൊടി ഇതൊക്കെ കൊടുത്ത് വീട്ടുകാർക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത് ആ സമയത്ത് പട്ടിണിയില്ലാതെ പോറ്റിയത് നമ്മുടെ ഫാദർ തന്നെയായിരുന്നു. 1972 അച്ഛൻ പണിത ഷെഡ് പള്ളിയിൽ നിന്ന് ഇന്ന് കാണുന്ന മനോഹരമായ പള്ളിയിലേക്കുള്ള വളർച്ചയ്ക്ക് ഈ വൈദികൻ പ്രേരണയായെങ്കിൽ അത് തീർച്ചയായും ദൈവഹിതം തന്നെയാണ്. തൻ്റെ മിഷനറി പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമാകാനാണ് അച്ഛൻ ASMI സിസ്റ്റേഴ്സിനെ തക്കലയിലേക്ക് ക്ഷണിച്ചത്. 1978 ஆண்டு ASMIயினுடைய கிளை இல்லம் திட்டங்கனா விளையில் முதலாக ஆரம்பிக்க காரணமாக இருந்தவர் பேரத்தந்தை செபாஸ்டின் மஞ்சேரி கலம் அவர்கள். பேராயர் மார் ஆண்டனி படியாராவின் அனுமதி பெற்று கன்னியாகுமரி சமூக சேவை சங்கத்திலும் தக்கலை மறை மாவட்டத்தில் அன்றைய குமரி மிஷனாக இருந்த தக்கலை மறை மாவட்டத்திலும் சிஸ்டர்ஸினுடைய சேவை பணி அதிகமாக தேவைப்படுகிறது என்பதை உணர்ந்து தன்னோடு இணைந்து பணி செய்வதற்காக அனுமதி பெற்று சிஸ்டர்ஸ் இங்கு வர காரணமாக இருந்தார்கள். அங்கு சிஸ்டர்ஸை வரவழைத்த காலகட்டத்திலிருந்து சிஸ்டர்ஸினுடைய ஆத்மீகமான காரியங்களில் மிகுந்த அக்கறை காட்டி பொருளாதார முறையிலும் உதவி செய்தவர்கள். அது மட்டுமல்ல, ஒரு தந்தையாக இருந்து தந்தையினுடைய பாசத்தோடு தன் மக்களுக்கு என்னென்ன தேவைப்படுகிறதோ என்பதை உணர்ந்து அதற்கான எல்லா வழிமுறைகளையும் செய்தவர்கள். சிஸ்டர்ஸ் திட்டங்கினாவுல கான்வென்ட்டில் தங்கி நித்திரவிளை, வயலங்கரை, கிறிஸ்துராஜபுரம், அன்னிக்கரை போன்ற பங்குகளில் மறைபரப்பு பணி செய்வதற்காக காரணமாக வழி திறந்து தந்தவர்கள் தந்தையவர்கள்தான். 1978 ഈ മഠം നിർമ്മിച്ചതുൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ അതീവ ശ്രദ്ധാലുവായിരുന്നു. இயேசுகிறிஸ்துவை பற்றி நான் பறைசாற்ற நற்செய்திக்கு ஏற்ற வாழ்க கடவுள் உங்களை உறுதிப்படுத்த வல்லவர். പരിശുദ്ധാവിൻ സഹവാസം
അങ്ങനെ ഈ പ്രദേശങ്ങളെ ആത്മീയമായി ജ്വലിപ്പിക്കാൻ അച്ഛന് കഴിഞ്ഞു. உலகெங்கும் சென்று படைப்புக்கெல்லாம் நற்செய்தியினை அறிவிங்கள் என்ற மார்க்கு நற்செய்தி 16ஆம் அதிகாரம் 15ஆம் இறைவார்த்தைக்கேற்ப தந்தை அவர்கள் பிறந்த கேரளா மாநிலத்திலிருந்து மொழியும் கலாச்சாரமும் எல்லாம் விட்டு தமிழ்நாட்டிலேயே, அதாவது இந்த கன்னியாகுமரி திருத்தொண்டு நிலையங்களில் தமிழ் கற்று மிக ஆர்வத்தோடு இந்த மாவட்டத்தில் உள்ள மக்களை சொந்த மக்களாக கருதி அரவணைத்து தேவையான ஆத்மீக வழியிலும் பொருளாதார நிலையிலும் வளர்ந்து வருவதற்காக தந்தையவர்கள் மிகவும் உதவியாக இருந்தார்கள். കന്യാകുമാരി ജില്ലയിലെ കുളപ്പുറം പഞ്ചായത്തിലാണ് വയലുങ്കര വിശുദ്ധ അന്തോനീസിൻ്റെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് തക്കല രൂപതയുടെ പ്രധാന വിശ്വാസ കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ഇടവക. അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. വയലിൻകര ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ഈ പ്രദേശം ഒരു കർഷക ഗ്രാമമാണ്. ഗ്രാമീണ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. എങ്കിലും ആളുകൾ വളരെ അടുത്തടുത്താണ് താമസം. അവരുടെ സ്വീകരണങ്ങളൊക്കെ വളരെ ഊഷ്മളങ്ങളാണ്. ഞാൻ നിത്തിരവിളയിൽ നിന്ന് തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സിൽ കയറി തിട്ടങ്ങനാവിള എന്നുള്ള സ്ഥലത്ത് ഇറങ്ങി വന്നു. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് പിന്നീട് നിശ്ചയമൊന്നുമില്ല. അപ്പോഴതാ കൈകൂപ്പിക്കൊണ്ട് ഒരാൾ മുന്നോട്ട് നടന്നു വരുന്നു. അദ്ദേഹം എന്നെ കണ്ട് എന്നെ അഭിസംബോധന ചെയ്ത് അച്ഛൻ വയലിൻകരയ്ക്കാണോ എന്നെന്നോട് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ സ്വയം പരിചയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെയും പേര് സെബാസ്റ്റ്യൻ എന്നാണ്. അതുകൊണ്ട് വിളിക്കുന്ന പേരെന്താ, അങ്ങനെയുണ്ടോ? അദ്ദേഹം പറഞ്ഞു എന്നെ കോരാൻ എന്നാണ് വിളിക്കുക. അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ട് ഇടവകക്കാരുടെ കൂടുതൽ താമസമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെയെല്ലാം കുടുംബങ്ങൾ വളരെ അടുത്തടുത്താണ് താമസിക്കുന്നത്. കേരളത്തിനേക്കാൾ വളരെ ഭിന്നമായ രീതിയിൽ ഓരോ വീടിൻ്റെയും അടുപ്പം അവരെ കൂടുതൽ സുഹൃത്തുക്കളാക്കി എന്ന് എനിക്ക് തോന്നിപ്പോയി. അവിടുന്ന് താഴേക്ക് ഇറങ്ങി ഓരോ വീട്ടിലും കയറി ഇറങ്ങാൻ കോരാൻ താത്ത എന്നെ സഹായിച്ചു. എല്ലാ വീടുകളിലും നല്ല സമ്പർക്കമുള്ള മനുഷ്യരാണ് എന്നെനിക്ക് തോന്നി. അവരുടെ ഹൃദ്യമായ സംഭാഷണവും സ്വീകരണ രീതികളുമൊക്കെ അന്യനാട്ടിൽ നിന്ന് വന്ന എനിക്കത് അന്യമായി തോന്നാതെ വളരെ ഹൃദ്യമായി തോന്നി. தந்தை அவர்களின் பணி வார்த்தையால் மட்டுமல்ல, செயலால் ஒவ்வொரு பணியும் செயல் வடிவத்திலேயே இருந்தது. கிறிஸ்துவை பகிர்ந்து கொடுத்தார்கள், கிறிஸ்துவை தன் வாழ்க்கையில் அனுபவித்தார்கள், அதை மற்றவர்களுக்கு பகிர்ந்து கொடுத்தார்கள். இந்த பகிர்வின் காரணமாகத்தான் அதிக மக்கள் இங்கே வந்தார்கள். சாதி இல்லை, மதம் இல்லை, மொழி இல்லை, எதையுமே பார்க்கவில்லை. எல்லா மக்களையும் தன் அன்பு என்ற செயலால் அவர்களை கரம் நீட்டி அரவணைத்த பெருந்தன்மை அவருக்கு இருந்தது. அந்த பெருந்தன்மை தான் இந்த பங்கு இந்த கன்னியாகுமரி மாவட்டத்தில் பெரிய வளர்ச்சிக்கு ஒரு மறை மாவட்டமாக இது மாற காரணமாக இருந்தது. அவருடைய பணிகள் என்று சொன்னால் மிகையாகாது. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് നിന്നും കൂടുതൽ സൗകര്യങ്ങളോടെ ഒരു വിശ്വാസ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ മാഞ്ചേരിക്കളവച്ചൻ ഒരു വിജയം തന്നെയായിരുന്നു.
ഈ വാക്കുകൾ അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. அன்பான தந்தை அவர்கள் இங்கு தந்தையாக, அதாவது அருள்பணி ஆற்றுவதற்காக வந்த காலத்தில் அவருக்கு ஆண்டவரின் அருள் நிறைவாக இருந்தது என்பதை நாங்கள் அப்போது நினைத்து பார்க்காவிட்டாலும் இப்போது அதை முழுமையாக அறிகின்றோம். அன்பு தந்தையர்கள் பரிசுத்த ஆவியால் நிரப்பப்பட்டவராகவும் தந்தையின் வழியாக எங்களுக்கு கிடைத்த இறை அருள் இப்போது பார்க்கும்போது மிகவும் ஆச்சரியமாக இருக்கிறது. தந்தை அவர்கள் எங்களுக்காக வேண்டி ஆண்டவராக இயேசு கிறிஸ்துவை எங்களுடைய உள்ளங்களில் நிறைவாக தருவதற்கு வேண்டி அரும் பாடுபட்டார் என்பது மிகையாகாது. அன்பு தந்தை அவர்கள் பரிசுத்த ஆவியால் நிரப்பப்பட்டவராகவும் அன்பு, நீதி, நேர்மை, தாட்சி, பணிவு ஆகிய கனிகள் அவரில் நிரம்பி இருந்ததாகவும் ஆண்டவரே நாங்கள் இப்போது கண்டு உணர்கின்றோம். 1976 കാലത്ത് മുഞ്ചിറ വിശുദ്ധ ഗീവർഗീസിൻ്റെ ദേവാലയത്തിലും അച്ഛൻ ശുശ്രൂഷ ചെയ്തിരുന്നു. ഇവിടെയും തന്നിലെ പ്രേക്ഷിത ദൗത്യങ്ങൾ അച്ഛൻ ഒരിക്കലും മറന്നില്ല. ബഹുമാനപ്പെട്ട സക്കറിയാസ് കായിത്രയച്ചൻ 1974 ആണ്ടിൽ വിദേശത്തേക്ക് പോയ അവസരത്തിലാണ് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മഞ്ചേരിക്കളയച്ചൻ സെൻറ്റ് ജോർജ് മുഞ്ചിറ ഇടവകയിലേക്ക് കടന്നു വരുന്നത്. പാവങ്ങളോട് ഒത്തിരിയേറെ സ്നേഹമുള്ള ഒരച്ഛനായിരുന്നു മഞ്ചേരിക്കളമച്ചൻ. KKSSൻ്റെ നേതൃത്വത്തിൽ ഒത്തിരിയേറെ സഹായങ്ങൾ ഇവിടെയുള്ള പാവപ്പെട്ട ഏഴൈകളായിട്ടുള്ള മക്കൾക്ക് അച്ഛൻ വഴി ഒത്തിരിയേറെ സഹായങ്ങൾ അച്ഛൻ നേടിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന സെൻറ്റ് ജോർജ് നഴ്സറി സ്കൂള് ആദ്യമായിട്ട് തുടങ്ങിയത് ബഹുമാനപ്പെട്ട മഞ്ചേരിക്കളം അച്ഛനാണ്. അച്ഛൻ 6 മാസക്കാലം മാത്രമേ ഉള്ളൂ ഇവിടെ ശുശ്രൂഷ ഉള്ളൂ എങ്കിലും ജനമനസ്സുകളിൽ അച്ഛൻ ഇന്നും പച്ചകടാതെ ജീവിക്കുന്നു. സ്നേഹത്തിലും സഹനത്തിലും ഈ സമൂഹത്തെ അദ്ദേഹം വിശ്വാസത്തിലേക്ക് നയിച്ചു. ഈ അൻപകം എന്നാണ് ഈ വൃദ്ധജന സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ ഇത് തുടങ്ങാനായിട്ട് അനുവാദം വാങ്ങിക്കാൻ ഞങ്ങളുടെ സഭയുടെ ജനറലേറ്റ് ആലുവ ചുണങ്ങവേലിയിൽ അവിടെ പോയത് നമ്മുടെ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മഞ്ചേരിക്കുള്ള അച്ഛനും കൂടെ ജോൺ തെക്കേലച്ചനുമായിരുന്നു. അദ്ദേഹം സെബാസ്റ്റ്യൻ അച്ഛനാണ് ഇതിൻ്റെ എല്ലാം മുൻകൈ എടുത്ത് ഈ സ്ഥാപനം തുടങ്ങാൻ അനുവാദം വാങ്ങിച്ചതും അതിനുശേഷം ഇവിടെ വന്ന് ഇതിൻ്റെ പണികളെല്ലാം നോക്കുകയും ആരംഭിക്കുകയും എല്ലാം ചെയ്ത്. ഇത് വാസ്തവത്തിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും 25 വീതം 50 കിടക്കകളടങ്ങിയ ഒരു സ്ഥാപനമാണ് ഈ അൻപകം. തമിഴിൻ്റെ പേരാണ് അൻപ് അകം, അതായത് സ്നേഹഭവൻ എന്ന്. അതിന് മുഖ്യത്വം വഹിച്ചതും മുഖ്യമായിട്ട് കഷ്ടപ്പെട്ടതും എല്ലാം നമ്മുടെ സെബാസ്റ്റ്യൻ മഞ്ചേരിക്കളച്ചനാണ്. ചെറിയ കാലമെന്നോ വലിയ കാലമെന്നോ ഭേദമില്ലാത്ത പ്രവർത്തനം കൊണ്ട് ഈ വൈദികൻ നമ്മെ വീണ്ടും വീണ്ടും വിസ്മയിപ്പിക്കുകയാണ്. ഏതാണ്ട് ഇതേ കാലത്ത് തന്നെയാണ് വാറുതൊട്ട് സെയിൻറ്റ് സേവിയേഴ്സ് ദേവാലയത്തിൻ്റെ വികാരിയായും സേവനം ചെയ്യുന്നത്. ഇവിടെ പുതിയ ദേവാലയത്തിൻ്റെ മിനുക്കുപണികൾ പൂർത്തീകരിക്കുന്നത് അച്ഛൻ്റെ കാലത്താണ്. ഒപ്പം ഇതിൻ്റെ കൂദാശാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ ദൈവം നിയോഗിച്ചതും ഈ വൈദികനെയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ ചർച്ച് നല്ല രീതിയിൽ കെട്ടി ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയത്. അദ്ദേഹമാണെങ്കിൽ വാസ്തവം പറയുകയാണെങ്കിൽ ഇവിടെ കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. അടുത്ത ഒരു പുരയിടത്തു നിന്ന്
ഒരു 2 സെൻറ്റ് സ്ഥലം കേട്ട് വാങ്ങിച്ച് അതിൽ ഒരു കിണർ വെട്ടി ചർച്ചിന് ആവശ്യമുള്ള വെള്ളവും പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളവും ഇപ്പോൾ സ്കൂളിനുള്ള വെള്ളവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സേവനമാണെങ്കിൽ പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത രീതിയിലാണ്. അദ്ദേഹം നിദ്രവയിലാണ് താമസിച്ചിരുന്നത്. അവിടെ അച്ഛന് താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നും തീരെ ഇല്ലായിരുന്നു. വാറുതട്ടിനെ വളരെയധികം പൊക്കാനുള്ള, വളരെയധികം ശ്രേയസ്സോടെ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് മഞ്ചേരിക്കുളം അച്ഛനാണ്. തക്കല രൂപതയുടെ അഭിമാനമായ പടന്താലമ്മൂട് സേക്രഡ് ഹാർട്ട് മെട്രിക് സ്കൂളിൻ്റെ അഭിനവ ശില്പികളിൽ പ്രമുഖനാണ് നമ്മുടെ മാഞ്ചേരിക്കളം അച്ഛൻ. இவர் வந்தவுடன் இந்த பள்ளிக்கூடத்தினுடைய தரத்தை உயர்த்த வேண்டும் என்று அவர் பாடுபட்டார். அதற்கு முன்னாடி பள்ளிக்கூடம் என்பது ஒரு ஓட்டுக்கடை, இன்றைக்கு இருக்கிறது போல உள்ள பள்ளிக்கூடம் ஒரு நிலைமை அன்னைக்கு இல்லை. அன்றைக்குள்ள இன்ஃப்ராஸ்ட்ரக்சர் எளிய வகையில் தான் இருந்தது. இவர் அந்த கட்டிடங்களை எல்லாம் மாற்றி எல்லாமே ஒரு நன்கு வடிவமைக்கப்பட்ட ஒரு கட்டிடங்களாக மாற்றினார். அவருடைய முயற்சி ஆரம்பத்தில் கீழ்மட்டத்திலிருந்து அதனுடைய பள்ளிக்கூடத்தின் தரத்தை உயர்த்த வேண்டும் என்பது தான் அவருடைய நோக்கமாக இருந்தது. அன்றைக்கு ஒரு பள்ளிக்கூடம் என்றால் பிள்ளைகள் படிக்க வேண்டும், மதிப்பெண் எடுக்க வேண்டும் என்றுள்ள ஒரு எண்ணம் தான் அன்றைக்கு இருந்தது. இவர் வந்ததுக்கு பிறகு அதனுடைய கண்ணோட்டத்தை மாற்றினார். அதாவது பள்ளிக்கூடத்தில் மதிப்பெண் மட்டுமல்ல, மாணவருடைய திறனும் உயர வேண்டும் என்ற எண்ணம் அவருக்கு உண்டானது. அதன் அடிப்படையில் பள்ளிக்கூடத்தை அதாவது முதல்ல கட்டிடத்தை நிறுவினார். அதற்கு பிறகு பல வகையான பிள்ளைகளுக்கு, எல்லா வகுப்பு பிள்ளைகளுக்கும் நடனம் பயிற்றுவிக்க வேண்டும், பல கலைகள் வளர வேண்டும் என்பதற்காக அவர்கள் முதல் மேற்கொண்டது எல்லா வகுப்பு மாணவர்களுக்கும் நாட்டியம் கற்றுக் கொடுத்தல். பிறகு ஒவ்வொரு மாதமும் கலை நிகழ்ச்சிகள் நடத்தி பிள்ளைகளுக்கு பரிசுகள் கொடுத்து அதை பள்ளிக்கூடத்தை ஒரு உயர் ஊட்டம் உள்ள ஒரு பள்ளிக்கூடமாக மாற்றினார். ഇടവക സേവനത്തിനൊപ്പം സ്കൂൾ മാനേജർ സ്ഥാനവും ഏറെ സന്തോഷത്തോടെയാണ് ഈ വൈദികൻ നിർവഹിച്ചത്. ദൈവാശ്രയത്തിൽ അധിഷ്ഠിതമായ തൻ്റെ സേവനങ്ങളെ ഒരു പ്രാർത്ഥനയായാണ് അച്ഛൻ കണ്ടിരുന്നത്. ഇടവകയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഒത്തിരിയേറെ സഹായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അവരെ സഹായിച്ചു. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, വിദ്യാഭ്യാസപരമായി താഴ്ന്ന നിലയിലുള്ള കുട്ടികളെ, കുടുംബങ്ങളിലെ കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുക തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. കന്യാകുമാരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സാമൂഹ്യ സേവന രംഗങ്ങളിലും അച്ഛൻ്റെ കൈമുദ്ര പതിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇന്നു കാണുന്ന തക്കല രൂപതയുടെ ബാലാരിഷ്ടതയുടെ കാലങ്ങളിൽ അതിനെ കൈപിടിച്ച് നടത്തിയവരിൽ പ്രമുഖനാണ് മാഞ്ചേരിക്കളം അച്ഛൻ. ഓരോ മിഷണറിമാരും സഭയുടെ പ്രവാചകന്മാരാണ്. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകും
തേടുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങൾ